Hello guys, welcome back to DMJ Donas Arts. Welcome back to DMJ Donas Arts YouTube channel. So ഇന്ന് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ട്യൂട്ടോറിയൽ സെക്ഷൻ എൻ്റെ ഒരു വലിയ ഡ്രീം ആയിരുന്നു ഫ്രീ ആയിട്ട് ഓൺലൈനിൽ കുട്ടികളെ ഡ്രോയിങ് ക്ലാസ് പഠിപ്പിക്കുക എന്നുള്ളത്. സോ ഇന്ന് അതിൻ്റെ ഫസ്റ്റ് ലോഞ്ചിങ് ആണ്. സോ സ്റ്റേ ട്യൂൺഡ്, എൻജോയ് ദ വീഡിയോ. 2 സെക്ഷൻ ആയിട്ടാണ് ഇതിനകത്ത് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പെയിൻറ്റിങ് പഠിപ്പിക്കാൻ പോകുന്നത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കുറച്ച് തിയറി ആസ്പെക്റ്റ് ആയിരിക്കും. നോട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി ഇല്ല, പക്ഷെ വളരെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സീരീസ് വരുമ്പോൾ അതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സെക്കൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് വെച്ചുകൊണ്ട് ഒരു ചെറിയ പ്രൊജക്റ്റ് വർക്ക്, ഹൗ ടു ഡു എ ബ്യൂട്ടിഫുൾ ആർട്ട്, എ വെരി സിമ്പിൾ വൺ. എൻജോയ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു വാട്ടർ കളർ പെയിൻറ്റിങ് തുടങ്ങാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏത് ടൈപ്പ് ഓഫ് പേപ്പറാണ് നമ്മൾ വാട്ടർ കളർ പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വാട്ടർ കളർ പേപ്പറിൻ്റെ കുറച്ചുകൂടെ കട്ടിയുള്ള പേപ്പറാണ്. അറ്റ്ലീസ്റ്റ് ഒരു 300 ഗ്രാം എങ്കിലും തിക്നെസ് ഉള്ള ഒരു പേപ്പറാണ് വാട്ടർ കളറിന് നല്ലത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ടർ കളർ പാഡ് എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. അത് ആസിഡ് ഫ്രീ ആയിരിക്കും, കോൾഡ് പ്രസ്ഡ് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉള്ള പേപ്പർ ആണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. ഈ പേപ്പറിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇത് നല്ല തിക്കായിട്ടുള്ള പേപ്പറാണ് കമ്പയർ ടു അതർ പേപ്പർ പോലെയല്ല. ബിക്കോസ് നമ്മൾ ഇതിനകത്ത് വെള്ളത്തിൽ വെള്ളം കൊണ്ടാണ് വാട്ടർ കളർ നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പം അത് കൂടുതൽ ഡാമേജ് ആവാതിരിക്കാനും കുറച്ച് നല്ലപോലെ പെയിൻറ്റിൻ്റെ പിഗ്മെൻറ്റ് ഇതിലേക്ക് പിടിക്കാനൊക്കെ ആയിട്ട് നല്ല തിക്നെസ് ഉള്ള ഒരു പേപ്പറാണ് നല്ലതായിട്ടുള്ളത്. അതിൻ്റെ ഒരു റഫ് സൈഡാണ് വാട്ടർ കളർ പെയിൻറ്റിങ്ങിന് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത്. ഞാനത് സൂം ചെയ്യാം, അപ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസസ്. ഒരു റഫായിട്ടൊരു രീതിയിൽ ഈ പേപ്പർ ഇരിക്കുന്നത് ശ്രദ്ധിച്ചോ. നിങ്ങൾ ക്യൂബ് ടൈപ്പ് ഓഫ് ആയിട്ടുള്ള ഡ്രൈഡ് പെയിൻറ്റ് മേടിച്ചാൽ അത് കുറച്ച് ഡിഫിക്കൾട്ട് ആയിരിക്കും. ബിക്കോസ് ഡ്രൈഡ് പെയിൻറ്റിന് ഒത്തിരി സ്ക്രബിങ് ആവശ്യമായിട്ട് വരും നമുക്കതിന് വേണ്ട രീതിയിലുള്ള കളേഴ്സ് എടുക്കാനായിട്ട്. അപ്പോൾ ഓൾവേസ് ശ്രദ്ധിക്കേണ്ട കാര്യം ഗുഡ് ക്വാളിറ്റി ടൈപ്പ് ഓഫ് പെയിൻറ്റ് മേടിക്കാനായിട്ട് നോക്കാം. ഈ പേപ്പറൊക്കെ നമ്മൾ പേപ്പർ മാർട്ടിൽ അന്വേഷിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വാട്ടർ കളർ പെയിൻറ്റിങ്ങിനുള്ള പേപ്പർ തന്നെ എടുക്കാനായിട്ട് പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡു നോട്ട് യൂസ് ഹോട്ട് പ്രസ്ഡ്, അതായത് HP പേപ്പർ എന്ന് എഴുതിയിട്ടുള്ള ടൈപ്പ് ഓഫ് പേപ്പർ യൂസ് ചെയ്യരുത്. കോൾഡ് പ്രസ്ഡ് സർഫസ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 300 ഗ്രാം എങ്കിലും വെയിറ്റ് ഉള്ള പേപ്പറാണ് നല്ലത്. ഈ HP പേപ്പർ എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് പേപ്പറാണ്. നോട്ട് ഐഡിയലി സ്യൂട്ടഡ് ടു ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ്ങിനും ബിഗിനേഴ്സിനൊക്കെ അത് ഇച്ചിരി ഡിഫിക്കൾട്ട് ആയിരിക്കും അങ്ങനെ ഒരു പെയിൻറ്റിങ്ങിനകത്ത് വെച്ച് ചെയ്യാനായിട്ടുള്ളത്. സോ ഫസ്റ്റ് പോയിന്റ് യു നീഡ് ടു ഫോക്കസ് ഈസ് ഫൈൻഡ് ഔട്ട് എ ഗുഡ് ക്വാളിറ്റി വാട്ടർ കളർ പേപ്പർ. ദെൻ സെക്കൻഡ് നമുക്ക് വേണ്ടത് പെയിൻറ്റും പാലറ്റുമാണ്. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്വാളിറ്റി പെയിൻറ്റ് വെച്ച് നിങ്ങൾ തന്നെ ചെയ്ത് പഠിക്കുക. നമുക്ക് ആർട്ടിസ്റ്റ് ടൈപ്പ് ഓഫ് വാട്ടർ കളർ പെയിൻറ്റ് എന്ന് പറഞ്ഞ് പേപ്പർ മാർട്ടിൽ നിന്ന് നാട്ടിലൊക്കെ ആണെങ്കിൽ വാങ്ങാനായിട്ട് സാധിക്കും. സോ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ പെയിൻ്റ് ആണ്. സോ ട്യൂബിലായിട്ടുള്ളത് വാങ്ങാം. സംടൈംസ് ഇഫ് യു ആർ ഓക്കെ ആൻഡ് ഇഫ് ദർ ഇസ് എ ഗുഡ് ക്വാളിറ്റി ഒരു പല കേക്ക് പോലത്തെ ഷേപ്പ് ഉണ്ടെങ്കിലും അത് ഓക്കെയാണ്. ബട്ട് ബെറ്റർ ഐ പ്രിഫർ ഓൾവേസ് ദ ട്യൂബ് വൺ. ദെൻ ഇനി നിങ്ങൾക്ക് വേണ്ടത് പാലറ്റാണ്. എനി ടൈപ്പ് ഓഫ് പാലറ്റ് യു ക്യാൻ ടേക്ക്. ഒരു ഇതുപോലെ കുഴികളുള്ള ടൈപ്പ് ഓഫ് പാലറ്റ് ആണെങ്കിൽ സോ ഇറ്റ് ഈസ് ഈസി ടു മിക്സ് വിത്ത് വാട്ടർ. നമുക്ക് എത്ര എമൗണ്ട് ഓഫ് വാട്ടറാണ് നിങ്ങൾ മിക്സ് ചെയ്തത് എന്നുള്ളതൊക്കെ ഈസി ആയിട്ട് ഇതിനകത്തുനിന്ന് അറിയാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ബ്രഷ്. നമുക്ക് അതും ഗുഡ് ക്വാളിറ്റി ബ്രഷ് തന്നെ മേടിക്കാനായിട്ട് നോക്കുക. അതിനകത്ത് പല നമ്പേഴ്സും നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ബ്രഷാണ്, റൗണ്ട് ബ്രഷ്. ഇത് വിൻസർ ആൻഡ് ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ്. സോ അതിൻ്റെ നമ്പർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, നമ്പർ 10. സോ ഈ ഓരോ സോഫ്റ്റ് ബ്രഷാണ്. ഈ ഓരോ ബ്രഷിനും ഓരോ നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പോയിന്റഡ് ആയിട്ടുള്ള ലൈനൊക്കെ വരയ്ക്കാനായിട്ട് 00, നമ്പർ 1, 2, 3 അങ്ങനെ പറഞ്ഞ നമ്പേഴ്സ് വേറെ ഉണ്ട്. 000 ഒക്കെ ഉണ്ട്. ബട്ട് യു ക്യാൻ ചൂസ് വിച്ച് വൺ ഈസ് ഗുഡ് ഫോർ യു. നിങ്ങളുടെ സ്കിൽ അനുസരിച്ചും നിങ്ങൾക്ക് പല സമയത്തും പല ബ്രഷുകൾ മാറി ഉപയോഗിക്കേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു 4 or 5 സെറ്റ് ഓഫ് ബ്രഷ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊത്തിരി ഗുണം ചെയ്യും. ഞാൻ പറയുവാണെങ്കിൽ യു ഷുഡ് ഹാവ് എ 00, ദെൻ നമ്പർ 2 or number 1, then number 3, number 6, then maybe a big number like 10 or 8 or anything. So ഇതിലേത് നിങ്ങൾക്ക് അത് നിങ്ങളുടെ കൺവീനിയൻ്റ് അനുസരിച്ച് യൂസ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് മേക്ക് ഷുവർ മിനിമം
5 different number series. One should be smaller, one should be large. അതിൽ ഏറ്റവും വേറൊരു കാര്യമാണ്, നിങ്ങൾ ബ്രഷ് മേടിക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും വളരെ ജെന്റലി ആയിട്ട് നമുക്ക് പെയിൻറ്റ് നമുക്ക് പേപ്പറിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷ് ആയിരിക്കണം വാട്ടർ കളറിന് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഫ്ലാറ്റ് ടൈപ്പ് ഓഫ് ബ്രഷും വാട്ടർ കളറിന് യൂസ് ചെയ്യാം, ബട്ട് ഓൾവേസ് മേക്ക് ഷുവർ അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഫെദർ ആയിരിക്കണം, അത് വളരെ സോഫ്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം മാത്രം ഒത്തിരി ശ്രദ്ധിക്കുക. ബിക്കോസ് സം ടൈമിൽ നമുക്ക് ഈ ബ്രഷ് യൂസ് ചെയ്ത് വാട്ടർ കളറിൻ്റെ ഒരു ടെക്നിക്കാണ് ലിഫ്റ്റിംഗ് കളേഴ്സ്. നമുക്ക് ചെയ്തു പോയ കളറ് ലിഫ്റ്റ് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് ഈ ബ്രഷുകൾ പലതും മാറി മാറി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു മാസ്കിംഗ് ടേപ്പ് നിങ്ങളുടെ കയ്യിലുള്ളതും വാട്ടർ കളർ പെയിൻറ്റിങ്ങിന് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, ഒരു മെറ്റീരിയലാണ് മാസ്കിംഗ് ടേപ്പ്. അത് നമ്മുടെ പേപ്പർ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്കൊരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് ഒരു ബോർഡിലൊക്കെ ഫിക്സ് ചെയ്യാനും ചില സമയത്ത് നമുക്കൊരു മാർജിൻ പോലും ഇടാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു വർക്കൗട്ട് വേഗം ചെയ്ത് തീർക്കാനായിട്ട് മാസ്കിംഗ് ടേപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പഞ്ച് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടിഷ്യൂ ആയാലും മതി, ക്ലീൻ ടിഷ്യൂ അല്ലെങ്കിൽ ഒരു സ്പഞ്ച് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും വേണം. ബിക്കോസ് അതിന് ഡിഫറെൻറ്റ് യൂസസ് ആണുള്ളത്. ഒരു ക്ലീൻ ടിഷ്യൂ വെച്ച് നമുക്ക് യൂസ് ചെയ്ത പെയിൻറ്റ് ഒരല്പം കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലിഫ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ക്ലീൻ ടിഷ്യൂ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബ്രഷ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഓരോ ടൈമിൽ എടുക്കുന്ന പെയിൻറ്റിൻ്റെ അളവ് ഇത്തിരി കൂടി പോയിട്ടുണ്ടെങ്കിൽ, സംടൈംസ് ഇഫ് ദ വാട്ടർ കൂടി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലീൻ ടിഷ്യൂ വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ വേഗം കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ടിഷ്യൂ വെച്ച് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന ഇതെങ്ങനെയാണ് ഇതിന് ലിഫ്റ്റ് ചെയ്തെടുക്കണമെന്ന് കാണിച്ചു തരാം. ഡിഡ് യു സീ ദ ഡിഫറൻസ്? ഈ കളറ് ഞാനത് ലിഫ്റ്റ് ചെയ്ത് എൻ്റെ ടിഷ്യൂവിലേക്ക് എടുത്തു. അപ്പം എനിക്ക് അത്രയും ഡാർക്കായിട്ടുള്ള കളറല്ല, വളരെ ലൈറ്റായിട്ട് വേഗം കിട്ടി. സോ ഇതിനാണ് നമ്മളൊരു സ്പഞ്ച് അല്ലെങ്കിൽ ഒരു ടിഷ്യൂ എന്ന് നമ്മുടെ കയ്യിലുണ്ടായിരിക്കുന്നത്. സോ ദെൻ വി നീഡ് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് വെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബ്രഷിനകത്ത് ലാർജ് ആയിട്ട് വാട്ടർ എടുത്തിട്ട് നമുക്കൊരു ഏരിയ വെറ്റ് ചെയ്യുന്നത് ഒരു ടെക്നിക്കുണ്ട് വാട്ടർ കളറിൽ. ഫോർ എക്സാമ്പിൾ വാട്ടർ ആണ് അനദർ എസെൻഷ്യൽ തിങ് ഫോർ ദ വാട്ടർ കളർ പെയിൻറ്റിങ് ഇല്ലേ. അപ്പം നമ്മുടെ ഈ ബ്രഷ് ഇങ്ങനെ ഒരു വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക്, ഡിഫറെൻറ്റ് ടെക്നിക്സിലേക്ക് നമ്മൾ പോകുന്ന ക്ലാസ്സിൽ അതൊക്കെ പറഞ്ഞുതരാം. അപ്പം ഈ വാട്ടർ നമുക്ക് ബ്രഷിനകത്ത് എടുത്തു. യു ക്യാൻ സീ ദാറ്റ് വാട്ടർ ഇസ് ഡ്രിപ്പിംഗ് ഫ്രം മൈ ബ്രഷ്. ഈ വാട്ടർ കൊണ്ട് ഞാൻ പ്ലെയിൻ ആയിട്ട് ഇവിടെ വെറ്റ് ചെയ്തു. ചെറിയൊരു പിഗ്മെൻ്റ് ഉണ്ട്, ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഉണ്ട് എൻ്റെ ബ്രഷിൽ, പക്ഷെ അത് അത്രയും നിങ്ങൾക്കത് വിസിബിൾ ആവത്തില്ല. കണ്ടത് ഞാനിവിടെ ലൈറ്റായിട്ട് വെറ്റ് ചെയ്തു. ഇനി അതിനകത്തേക്ക് ഞാൻ ജസ്റ്റ് ഒരു പെയിൻറ്റിങ് പിഗ്മെൻറ്റ് വരയ്ക്കുമ്പോൾ അത് വേഗം ഈസി ആയിട്ട് സ്പ്രെഡായി പോകും. ഡിഡ് യു സീ ഇറ്റ് ഈസ് സ്പ്രെഡിങ് ബൈ ഇറ്റ് സെൽഫ്. അങ്ങനെ ഇതാണ് ഒരു വെറ്റ് ഓൺ വെറ്റ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ്. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ വാട്ടർ കളർ ഇല്ലേ. വാട്ടർ മിക്സ് ചെയ്യാതെ നമുക്ക് വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു വാട്ടറും പെയിൻറ്റും പിഗ്മെൻറ്റും വരുന്ന ഒരു ഹാപ്പി ആക്സിഡൻ്റ് ആണ് നമ്മുടെ ഒരു വാട്ടർ കളർ പെയിൻറ്റിങ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ഇതിൻ്റെ എസെൻഷ്യൽ ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ബിഗിനേഴ്സും പിന്നെ പല ടൈപ്പ് ഓഫ് പെയിൻറ്റിങ് ചെയ്യുന്നത് നിങ്ങൾക്ക് പെൻസിലും ഇറേസർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു ലൈൻ ഇടുവാണെങ്കിൽ വാട്ടർ കളർ ഒരു ട്രാൻസ്പെറൻറ്റ് പെയിൻ്റ് ആണ്. അപ്പം നമുക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ലൈൻസ് അതിനകത്ത് വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഡാർക്കായിട്ട് വരച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? സോ നിങ്ങളുടെ നമ്മുടെ പെയിൻറ്റ് എടുത്ത് ഇതിന് ടോപ്പിൽ ചെയ്താൽ പോലും അണ്ടർലൈൻ ആയിട്ടുള്ള ലൈൻ വിസിബിൾ ആയിരിക്കും. സോ അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വെൻ യു ആർ ഗോയിങ് ടു ഡു എ വാട്ടർ കളർ പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ വളരെ ലൈറ്റായിട്ട് മാക്സിമം ഡ്രോ ചെയ്യുക. നിങ്ങൾക്ക് മാത്രം കാണാവുന്ന രീതിയിൽ ഡ്രോ ചെയ്താൽ മതി. ദെൻ ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഓൾസോ ദാറ്റ് വോണ്ട് ഡാമേജ് ദാറ്റ് മച്ച് compared to the first and second picture. Okay, so look at the difference these two lines made on your picture. ഇത് എൻ്റെ പെൻസിൽ ഇച്ചിരി വളരെ ലൈറ്റായിട്ട്, ഇതിലും ലൈറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. പക്ഷേ അവോയ്ഡ് ഡാർക്കൻ കളേഴ്സ്. ഓക്കെ, ഇതാണ് മെയിനായിട്ട് നമ്മൾ വാട്ടർ കളറിലേക്ക് എന്തൊക്കെ മെറ്റീരിയലുകൾ വേണം എന്നുള്ള സെക്ഷനകത്ത് പറയുന്നത്. ഹൗ ടു ഡ്രോ എ വെരി സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഫ്ലവർ യൂസിങ് എ വാട്ടർ കളർ പെയിൻറ്റിങ് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഞാനൊരു ചെറിയ ഒരു രീതിയിൽ, ഇഫ് യു വാണ്ട് ടു ഗീവ് എ സ്കെച്ച് നിങ്ങൾക്ക് സ്കെച്ച് കൊടുക്കാം.
അല്ലെങ്കിൽ നമുക്ക് സ്കെച്ചിൽ ആദ്യം ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഇപ്പം ഞാനിത് സ്കെച്ച് ചെയ്യുന്നില്ല, അതിൻ്റെ ആ ഫ്ലോ അനുസരിച്ച് വിടാം എന്നോർത്തുകൊണ്ടാണ് ഞാൻ നോക്കുന്നത്. സോ ഫസ്റ്റ് അതിന് വേണ്ടി ഞാനൊരു ഡാർക്ക് കളർ സെറ്റ് ചെയ്യുകയാണ് ഫ്ലവറിൻ്റെ ഒരു സെൻറ്റർ കൊടുക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സ് പെയിൻറ്റിങ്ങിൻ്റെ പേരുകളും അതിൻ്റെ കളർ മിക്സിംഗ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളത്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഇറ്റ്. ഐ ക്യാൻ ഇൻക്ലൂഡ് ഇൻ ദ ക്ലാസ് സെക്ഷൻ. ചെറുതായിട്ട് ബ്ലാക്കും ബേൺസീനയും ഒരു ബ്ലൂ കളറും ഇതും കൂടെ മിക്സ് ചെയ്ത ഒരു ബ്ലാക്ക് ബേൺസീന ആൻഡ് ബ്ലാക്ക് കളർ ബേൺസീന ആൻഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ബ്ലൂ, ഇത് മിക്സ് ചെയ്തൊരു കളറാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ടെക്നിക്ക് ഇപ്പോൾ നിങ്ങൾ ഓർത്തോണം, നെവർ യൂസ്ഡ് ബ്ലാക്ക് ഡയറക്ട്ലി ഫോർ ദ വാട്ടർ കളർ പെയിൻറ്റിങ്. ഓൾവേസ് നമ്മളത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഈവൻ ഇഫ് യു നീഡ് എ ബ്ലാക്ക് കളർ ഓൾസോ ഡോണ്ട് യൂസ് എ ഡയറക്റ്റ് ബ്ലാക്ക്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, വാട്ടർ കളർ പെയിൻറ്റിങ്ങിൽ ഒരിക്കലും വൈറ്റ് പെയിൻറ്റ് ഡയറക്റ്റ് ചെയ്തെടുത്ത് നമ്മൾ വാട്ടർ കളർ ചെയ്യത്തില്ല. വി നീഡ് ടു ലീവ് ദ സ്പേസ് ഫോർ വൈറ്റ്. അപ്പം അത് വാട്ടർ കളറിൻ്റെ ഒരു ചെറിയ റൂളാണ്. ഞാനൊരു ചെറിയൊരു റൗണ്ട് ഷേപ്പ് പോലെ അതുകൊണ്ട് വരച്ചു. ഞാൻ ഈ ബ്രഷ് എനിക്ക് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഞാൻ ബിഗ് ബ്രഷ് എടുത്തത്. ബട്ട് മേക്ക് ഷുവർ യു ടേക്ക് ദ സ്മോളർ ബ്രഷ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഒരു ചെറിയ സ്മോളർ ബ്രഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ ഫുൾ സ്ഥലം അടിച്ചില്ല, ഫുൾ സ്ഥലം റൗണ്ട് പോലെയും ആക്കിയില്ല, ഒരു സി ഷേപ്പ് പോലെ മാത്രമേ ചെയ്തുള്ളൂ. ബാക്കി അതിൻ്റെ ആ എടുത്തിരിക്കുന്ന വാട്ടർ തന്നെ ഞാൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഡിഫറൻസസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഞാനൊരു ലിഫ്റ്റ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പെയിൻ്റ് അടിച്ചപ്പോൾ ഇതെല്ലാം ഒരേപോലെ കളറായി. സോ ഈ ബ്രഷിനകത്ത് ഇപ്പോൾ ഡ്രൈ ബ്രഷാണ്. ആ ബ്രഷ് കൊണ്ട് ഇതിൻ്റെ സൈഡ് ഞാൻ പതുക്കെ ആ ഉള്ള വാട്ടർ ഞാൻ ഒരു സൈഡിൽ നിന്ന് മാത്രം വാട്ടർ ആൻഡ് പെയിൻറ്റ് പതുക്കെ ലിഫ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാകുമ്പോൾ ഒരു ചെറിയ ഒരു ഈ സൈഡ് ഡാർക്കും വൺ സൈഡ് ഈസ് ഡാർക്കർ ആൻഡ് വൺ സൈഡ് ഈസ് ലൈറ്റർ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഫ്ലവറിൻ്റെ സെൻറ്റർ ബഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ സെൻറ്ററിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഞാനൊരു ഇച്ചിരി പർപ്പിൾ കളർ, അതായത് ഒരു റോസ് കളറും ആൻഡ് ബ്ലൂവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു പർപ്പിൾ ഒരു ഇൻഡിഗോ ഷേപ്പിലൊരു കളർ വരും. ഐ എം ലീവിങ് എ ലിറ്റിൽ ബിറ്റ് വൈറ്റ് സ്പേസ് ലീവ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിൽ ഇത് പർപ്പിളല്ല, ഇത്രയും ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആണല്ലോ. ഒരു ഡാർക്കർ കളർ, അത് വാട്ടർ നന്നായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കത് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഡ്യൂ ഡ്രോപ്സ് പോലെ ഇതിനകത്ത് വാട്ടർ ഉണ്ട്. ഈ വാട്ടറാണ് ഇനി ഞാൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നൗ യു സീ ദ മാജിക്. ഇതിനകത്ത് അത്യാവശ്യം വെൽ ഓർഡർഡ് ആയിട്ട് വാട്ടർ ഡിപ്പ് ചെയ്തെടുത്ത ഒരു ബ്രഷാണിത്. ഇതിനകത്ത് വാട്ടറുണ്ട്. ആ ബ്രഷ് ഞാൻ പതുക്കെ ഇതിൻ്റെ സൈഡിൽ ടച്ച് ചെയ്യുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ദ പെയിൻറ് ഈസ് സ്പ്രെഡിങ് അല്ലേ. ഇനി ആ സ്പ്രെഡ് ചെയ്ത് വരുന്ന പെയിൻറ്റിങ് പതുക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. ഇതിൻ്റെ ഈ എഡ്ജിലേക്ക് പോയപ്പോൾ ഞാൻ വളരെ ക്ലീൻ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഉള്ള പിഗ്മെൻറ്റ് മാത്രം ഇങ്ങോട്ടേക്ക് ഇച്ചിരിയും കൂടെ സ്പ്രെഡ് ചെയ്ത് വിട്ടത് മാത്രമേ ഉള്ളൂ. സോ ഇഫ് ഐ വാണ്ട് ദിസ് ഏരിയ ലിറ്റിൽ മോർ ലൈറ്റർ, ഞാനിവിടെ ഒന്ന് പതുക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താലും നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എൻ്റെ ബ്രഷ് ഞാൻ കുറച്ചുകൂടി ഡ്രൈ ചെയ്ത് കളഞ്ഞു, കംപ്ലീറ്റ്ലി ഡ്രൈ ആക്കി. പിന്നെ പ്ലെയിൻ വാട്ടർ മാത്രം എടുത്തു. ദെൻ ഐ എം സ്പ്രെഡിങ് അഗെയിൻ ഫ്രം ഹിയർ ടു ദെയർ. ദ റീസൺ വൈ ഈസ് ഐ വാണ്ട് വെരി ലൈറ്റ് കളർ അറ്റ് ദ എൻഡ്. ഇവിടെ ടച്ചൂടെ ചെയ്ത് കൊടുത്താൽ അതൊന്നുകൂടെ നമുക്ക് വരും. സോ ലൈക്ക് ദിസ്. ഇത് ഉണങ്ങി പോകുന്നതിന് മുന്നേ നമുക്കത് എത്രയും വേഗം സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ സൈഡിലേക്ക് എത്തിക്കുന്നത് നല്ലതായിരിക്കും.
ശ്രദ്ധിക്കുക. I want to call this. Where is this? Red, orange. That doesn't. ഓക്കെ, നമ്മുടെ ഈ സിമ്പിൾ ഫ്ലവറിൻ്റെ ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ടർ കളറിലേക്ക് പോകുമ്പോൾ ഒരു ലെയർ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ട് മാത്രമേ അടുത്ത ലെയർ നമ്മൾ ചെയ്യാവുള്ളൂ. അതായത് ഇപ്പം ഞാൻ വരച്ചതിൻ്റെ മുകളിൽ കയറ്റി ഇവിടെ ചെയ്താൽ നമ്മുടെ പെയിൻറ്റിങ് റൂയിൻ ആവും, അത് ഡാമേജ്ഡ് ആവും. അത് അത്രയും പോലെ ഡ്രൈ ആയിട്ട് മാത്രം നെക്സ്റ്റ് ലെയർ ചെയ്യാം. സെയിം ടെക്നിക്ക് ഞാനിപ്പോൾ ഇവിടെയുള്ള ഈ ബഡ്സിൻ്റെ അറ്റത്തും ചെയ്യുകയാണ്. ഇവിടെ ഈ ഒരു താഴെ ഒരു ഫ്ലവർ ഉള്ളത് കൊണ്ട് ഞാൻ ഇത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ബ്രഷ് ഉള്ള പെയിൻറ്റും അതിനകത്ത് വാട്ടറും ഞാനിവിടെ വൈപ്പ് ചെയ്ത് കളഞ്ഞു. ബിക്കോസ് ഇനി ഇതിനകത്തൊരു ബ്രഷിലൊരു പിഗ്മെൻ്റ് ഇല്ല, അതുപോലെ ഞാൻ ഉറപ്പ് വരുത്തി. നൗ ഇറ്റ് ഈസ് നോ പിഗ്മെൻറ്റ്. ഇനി പ്ലെയിൻ വാട്ടർ മാത്രം എടുത്തിട്ട് ചെറുതായിട്ടുണ്ട്, അത് കംപ്ലീറ്റ്ലി കളയണം. ഇപ്പം ഇതിനകത്ത് പിഗ്മെൻ്റ് ഒന്നുമില്ല. ഇനി ഇത് പതുക്കെ ഇവിടെ ടച്ച് ചെയ്ത് വാട്ടർ യൂസ് ചെയ്ത് ഞാനത് സ്പ്രെഡ് ചെയ്ത് വെച്ചു. കണ്ടോ? ഇനി ആ സ്പ്രെഡ് ചെയ്ത് വെച്ചതിനകത്തേക്ക് എഗെയിൻ അതിനകത്തുള്ള പിന്നെയും കളഞ്ഞിട്ട് ഒന്നുകൂടെ ലൈറ്റായിട്ട് അത് ഞാൻ ഈ സൈഡിലേക്ക് ഇങ്ങനെ അത് ബ്ലെൻഡ് ചെയ്തെടുത്തു. നമ്മുടെ ആദ്യത്തെ ലെയർ വരച്ചത് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. യു ക്യാൻ സീ ദാറ്റ് സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് ഡ്രൈ. ഇപ്പോൾ അത് ഉണങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെയറിലേക്ക് പോകാം. ഈ ഫ്ലവറിന് കുറച്ച് സ്റ്റെംസ് വരയ്ക്കാനായിട്ട് ഞാൻ സാപ്പ് ഗ്രീൻ എടുത്തു. അത് നിയർലി ഒരു ഒലിവ് ഗ്രീനിൻ്റെ ഒരു ഏകദേശം കളർ വരും. വെനെവർ യൂസ് എനി പെയിൻറ്റ് ഡയറക്റ്റ് ആ പിഗ്മെൻറ്റ് തന്നെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് കുറച്ച് അത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാൻ സാപ്പ് ഗ്രീനിൻ്റെ കൂടെ ബേൺസീന നേരത്തെ എടുത്തത് ചെറുതായിട്ട് ബേൺസീനയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്, കാണിച്ചു തരാം. സാപ്പ് ഗ്രീനാണ് ഈ ഇരിക്കുന്നത്, അതിൻ്റെ കൂടെ ചെറുതായിട്ട് എടുത്ത ബേൺസീന ബ്രൗൺ കളർ എടുത്തതാണ്. അതിനകത്ത് ക്യാമറയിൽ അത്രയും ബ്രൗൺ ആയിട്ട് മനസ്സിലാവുന്നില്ല. ഞാനത് മിക്സ് ചെയ്തു. ഇപ്പം അതിൻ്റെ ഡയറക്റ്റ് പിഗ്മെൻറ്റിൻ്റെ ഗ്രീനിഷ് കളർ മാറിയിട്ടുണ്ട്. ഓക്കെ, വാട്ടർ കളറിൽ ലൈറ്റർ ടു ഡാർക്കർ എന്നൊരു ടെക്നിക്ക് നിങ്ങൾ എപ്പോഴും ഓർക്കണം. അപ്പം ആദ്യമേ തന്നെ നമ്മൾ ഡാർക്ക് പിഗ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനകത്ത് പിന്നെ വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ഞാൻ അതിനകത്തേക്ക് വേണ്ടി കുറച്ച് യെല്ലോ എടുത്ത് ഒരു ലൈറ്റർ കളർ ഷെയ്ഡും കൂടെ ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് എൻ്റെ പാലറ്റിൽ. ഈ സെയിം യൂസ് ചെയ്ത ഗ്രീൻ തന്നെ അതിൻ്റെ ഒരു ലൈറ്റ് വെർഷൻ കിട്ടാനായിട്ട്, ലൈറ്റർ കളേഴ്സ്. സോ യു ക്യാൻ സീ ദാറ്റ് ഞാൻ എടുത്തതിൻ്റെ കൂടെ നമുക്ക് പല രീതിയിൽ പെയിൻറ്റ് നമുക്ക് കുറച്ചുകൂടെ ലൈറ്റ് ആക്കാൻ സാധിക്കും. ആഡിങ് മോർ വാട്ടർ ഓൺ ടു ഇറ്റ്, പിന്നെ ആഡിങ് ലൈറ്റർ പിഗ്മെൻറ്റ് ഓൺ ഇറ്റ്. സോ എനിക്ക് വേണ്ട കളറ് ഇച്ചിരി യെല്ലോയും കൂടെ കൂടിയ ഒരു പിഗ്മെൻറ്റ് വേണമായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി യെല്ലോ ചെയ്തു. ദെൻ എത്ര തിക്നെസ്സിൽ നമ്മൾ പെയിൻറ്റ് എടുക്കണോ, എത്ര വാട്ടർ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നതും നമ്മുടെ പെയിൻറ്റിങ്ങിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇത്ര ഡാർക്കായിട്ട് കളർ എടുക്കാമെന്നു എന്നുള്ളത്. സോ ഞാൻ ഈ ലൈറ്റ് എടുത്ത പെയിൻറ്റ് കൊണ്ട് യു ക്യാൻ സീ, ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ ചെയ്ത പെയിൻറ്റിൽ ടച്ച് ചെയ്യാൻ പാടില്ല. സോ അതിൻ്റെ സൈഡിൽ കൂടെ എൻ്റെ ബ്രഷ് കൊണ്ട് ഞാൻ വളരെ നൈസായിട്ടൊരു പിക്ചർ വരച്ചു. വളരെ ലൈറ്റായിട്ടാണ് വരച്ചിരിക്കുന്നത്. എൻ്റെ ഈ പിക്ചറിൻ്റെ എവിടെയും ടച്ച് ചെയ്തിട്ടില്ല. വാട്ട് വിൽ ഹാപ്പൻ, ഇതിപ്പോഴും ഉണങ്ങിയിട്ടില്ല ഈ ഒരു മീഡിയം, നമ്മുടെ പെറ്റൽ വരച്ചത്. അപ്പം നമ്മൾ ഗ്രീൻ ഇത്ര ടച്ച് ചെയ്താൽ അങ്ങോട്ടേക്ക് മിക്സ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്.
ഇവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനിവിടെ ടച്ച് ചെയ്തിട്ടില്ല. അതുപോലെ ഇവിടെയും ഈ പെറ്റൽസുകളൊന്നും തന്നെ ടച്ച് ചെയ്യാതെയാണ് വിട്ടിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ അത് മിക്സ് ചെയ്ത് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി. സോ ഓക്കെ, ഇനി ഇത് നമുക്ക് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത പെയിൻറ്റിങ്ങിലേക്ക് പോകാം. ഞാൻ വളരെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നമ്മുടെ പെയിൻറ്റിങ് ഉണങ്ങിയൊന്ന്. ഏകദേശം ഉണങ്ങി, ബട്ട് നോട്ട് എവരിവെയർ ഉണങ്ങിയിട്ടില്ല. യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് സ്റ്റിൽ ടേക്കിംഗ് ടൈം. കൂടുതൽ വാട്ടർ ആഡ് ചെയ്തത് കൂടുതൽ ഡ്രൈയിങ് ടൈം കൂടുതലാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏറ്റവും ചെറിയ ബ്രഷ് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കുക. ഇപ്പം ഞാൻ എടുക്കുന്ന ഈ നേരത്തെയൊക്കെ കൂടുതൽ വാട്ടർ ഒത്തിരി ഉണ്ടായിരുന്നു എൻ്റെ പെയിൻ്റ് എടുത്തപ്പോൾ, ബട്ട് നൗ ഈ ബ്രഷിനകത്ത് വാട്ടർ അധികമില്ല. വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു ബ്രഷ്, വളരെ ചെറുതായിട്ട് വെറ്റായിട്ടേ ഉള്ളൂ. പെയിൻറ്റിങ് പിഗ്മെൻറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇൻസ്റ്റെഡ് ഓഫ് മോർ ദാൻ ദ വാട്ടർ. അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും ചെറിയ ബ്രഷ് നിങ്ങളുടെ കയ്യിലുള്ളത് എടുക്കണം, എന്നിട്ടാണ് ചെയ്യാവുള്ളൂ. സോ എന്നിട്ട് ഇതിൻ്റെ ഒരു പോയിന്റിൽ ഞാൻ ടച്ച് ചെയ്ത് ഇതിനെ ഒന്ന് ചെറിയ ഒരു ലൈൻ കൊടുത്തു. അതൊരു ഫൈൻ ഡീറ്റെയിലിംഗ് കൊടുക്കുന്നത് പോലെയാണ് നമ്മുടെ പിക്ചറിന്. യു ക്യാൻ സീ ദാറ്റ് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ലൈൻസ് പോലെ ഫ്ലവറിൻ്റെ പെറ്റൽസിലുള്ളൊരു ലൈൻസ് പോലെ ഞാനത് വരച്ചിട്ടുണ്ട്. സെയിം ടെക്നിക് ഞാൻ നെക്സ്റ്റ് പെറ്റൽസിനും യൂസ് ചെയ്യുകയാണ്. ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം, ഫസ്റ്റ് ലെയർ ഷുഡ് ഡ്രൈ. ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ്ലി ഡ്രൈ. ഇതിനകത്ത് ഇത് അധികം പെയിൻറ്റ് വാട്ടർ യൂസ് ചെയ്തിട്ടില്ല. അത് കംപ്ലീറ്റ് ഡ്രൈ ആവാത്തതുകൊണ്ടാണ് ഇത് സ്മഡ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ ലിഫ്റ്റിംഗ് ടെക്നിക്ക് വെച്ച് അത്രയും ഡാർക്ക് കളർ എനിക്ക് വേണ്ടാത്തത് കൊണ്ട് ഞാനത് പതുക്കെ ലിഫ്റ്റ് ചെയ്തെടുത്തു. നിങ്ങൾ ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ചെയ്യണം ആ പേപ്പർ നന്നായിട്ട് ഡ്രൈ ആയിരുന്നെങ്കിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. അല്ലെങ്കിൽ ചിലപ്പം പല ആക്സിഡൻറ്റ്സ് അഗെയിൻ സംഭവിക്കാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലപ്പം പടങ്ങൾ മാറാം. ഓക്കെ, അപ്പം ആ ലൈൻസുകളാണ് നെക്സ്റ്റ് ഫോക്കസ് ചെയ്ത് ഞാൻ ചെയ്തത്. അതുപോലെ ഇവിടെ ഒരു ചെറിയ ഷെയ്ഡ്, ഒരു ലൈൻ, ഒരു സെക്ഷൻ ഷെയ്ഡ് പോലെ അഗെയിൻ. നിങ്ങൾ ബ്രഷ് കൊണ്ട് ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഏറ്റവും ചെറിയ ലൈൻസ് ഇടാൻ വേണ്ടി. വാട്ടർ കളർ പെയിൻറ്റിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പാണ് അതിന് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക, അതിന് ആഡിങ് ലേയേഴ്സ് കൊടുക്കുക എന്നുള്ള ഈ പ്രോസസ്സ്. ലേയേഴ്സ് ആഡ് ചെയ്യുന്ന ഈ ഒരു സ്റ്റെപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ ലെയറും നല്ലപോലെ ഡ്രൈ ആയിരിക്കണം അതിന് നമ്മൾ മുകളിലായിട്ട് വരയ്ക്കുമ്പോൾ. ഇപ്പം ഈവൻ ഹൈലൈറ്റ് വരച്ചാൽ പോലും ഒരു ചെറിയ ഡാർക്കർ ഷെയ്ഡ് വരച്ചാൽ പോലും മേക്ക് ഷുവർ ചെയ്യണം ഫസ്റ്റ് ലെയർ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരിക്കണം എന്നുള്ളത്. ചെറിയ തിൻ ലൈൻസ് വരയ്ക്കാനായിട്ട് നമുക്ക് പ്രാക്ടീസ് കൊണ്ടേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കീപ്പ് ഓൺ പ്രാക്ടീസിങ്. നിങ്ങളുടെ ആ ഒരു സ്കില്ല് ഗെയിൻ ചെയ്തെടുക്കുന്നത് വരെ ഒരു ചെറിയൊരു വൈറ്റ് പേപ്പറിൽ നമുക്കെടുത്ത് ചെറിയ ലൈൻസ് എടുത്ത്
വരച്ച് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ അന്നേരമാണ് നമുക്ക് ഈവൻ ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു തിൻ ലൈൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്. ആഡിങ് ഫൈൻ ഡീറ്റെയിൽസ് എന്നുള്ളൊരു പോയിൻ്റാണ്, അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ ലൈൻസ് വാട്ടർ കളറിൻ്റെ ഏറ്റവും ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്ന ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ വീഡിയോ ഞാൻ ഫാസ്റ്റായിട്ട് ഓടിച്ചു വിടാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടു വരയ്ക്കുന്ന കുട്ടികളുണ്ടാവും, മേ ബി ബിഗിനേഴ്സ്, ചെറിയ കുട്ടികൾ. അവർക്ക് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും വളരെ സ്ലോ ആയിട്ട് കാണുന്നത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് ഒത്തിരി ഫാസ്റ്റ് ഫോർവേഡ് ആക്കാത്തത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സജഷൻസാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ പിന്നെയും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻസ്പയർ ആവുന്നത്. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും നിങ്ങൾക്ക് ഇനി പെയിൻറ്റിങ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഏത് ടൈപ്പ് ഓഫ് പെയിൻറ്റിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, അതിനകത്ത് എങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നത്, അതായത് നിങ്ങളുടെ നീഡ് എന്താണ്, ഈവൻ ഈ വീഡിയോ തന്നെ ഏതൊക്കെ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ ക്ലിയർ ആയിട്ട് ടൈപ്പ് ചെയ്യുക. ഐ ക്യാൻ ഹെൽപ്പ് യു. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ടൈലർ ചെയ്ത് നെക്സ്റ്റ് ക്ലാസ് സെക്ഷൻ വരുന്നതായിരിക്കും. Thank you for watching the video and thank you for supporting DMJ Donna's Arts. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് പെയിൻറ്റിംഗ് ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് ഏതൊക്കെ രീതിയിലുള്ള പെയിൻറ്റിംഗ് വർക്ക്സ് ആണ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് ഇതിനകത്ത് ലെസൺസ് വേണ്ടത് എന്നുള്ളത് ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു വൺസ് അഗെയിൻ.